ഇപ്പോൾ തോറ്റു നിൽക്കുകയായിരിക്കും അല്ലേ? ഇപ്പോൾ ഒരു പാപത്തിന്റെ പടുകുഴി പെട്ട് നിൽക്കുകയായിരിക്കും. ഇന്ന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. ഇന്ന് കരിയറിൽ, ഇന്ന് പഠനത്തിൽ, ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു സങ്കടത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞു, കർത്താവ് പോലും കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് ചങ്ക് തല്ലി നിലവിളിക്കുന്നുണ്ടാവും. ഈശോ പറയുന്ന വാക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. എൻ്റെ കുഞ്ഞെ, പൊന്നോമലെ, നിന്റെ ദൈവം ഞാനല്ലേ. ഇടറരുത്, കരയരുത്, പതറരുത്, അഭയമേകാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഫെബ്രുവരി 13:5-6 ഒരു കാരണവശാലും ഞാൻ നിന്നെ കൈവിടില്ല, നിന്നെ പരിത്യജിക്കില്ല, നിന്നെ ഉപേക്ഷിക്കില്ല. എന്നൊരു കാര്യം കൂടെ ചെയ്യണേ. ഈ വചനഭാവം മാത്രമല്ല, സങ്കീർത്തനം 118 അറിയാമല്ലോ, ബ്യൂട്ടിഫുൾ ആയൊരു സങ്കീർത്തനം. ഒന്നെടുത്ത് വായിക്കാമോ? വായിച്ചിട്ട് ഈശോ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വചനം ഉണ്ടാവും. ഈശോയുടെ പ്രിയപ്പെട്ട കൊച്ചിനോട് ഈശോ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു വചനം ഇന്ന് വായിക്കുമ്പോൾ കിട്ടും. 118 സങ്കീർത്തനം, Psalm 118. പ്രായം എന്ത് തന്നെ ആവട്ടെ, സ്റ്റാറ്റസ് എന്ത് തന്നെ ആവട്ടെ, നീ തകർന്ന് തരിപ്പണായിട്ട് നിൽക്കായിരിക്കും, എന്ത് അവസ്ഥ ആയിക്കോട്ടെ, എൻ്റെ കുഞ്ഞെ, പൊന്നോമലെ, നിന്റെ ദൈവം ഈശോയാ. ഇടറരുത്, കരയരുത്, പതറരുത്, തോറ്റു കൊടുക്കരുത്, അഭയമേകാൻ നിനക്കൊരാളുണ്ട്. ഈശോ എന്നാണ് ആ ദൈവത്തിൻ്റെ പേര്. അവൻ നിന്നെ ഒരിക്കലും പരിത്യജിക്കില്ല, ഉപേക്ഷിക്കില്ല.